നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലെത്തുമ്പോഴും STP പിന്തുണയിൽ രാഷ്ട്രീയ വാക്പോര് തുടരുകയാണ്. STPയുടെ വോട്ട് വേണ്ടെന്ന് എന്തിനു പറയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് ചോദിച്ചു. STP വർഗീയ പാർട്ടിയാണോ എന്നത് വിശകലനം ചെയ്യേണ്ട വിഷയമാണെന്നും MV ഗോവിന്ദന്റെ പ്രതികരണം. എന്തിനാണ് അങ്ങനെ പറയിപ്പിക്കുന്നത്? ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അതിതാണ് SDPI ആരെയാണ് പിന്തുണക്കുക എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ മാനസിക കണക്ക് കൂട്ടിയിട്ട് അവർ പ്രഖ്യാപിക്കുന്നതിനെ പറ്റി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇപ്പം എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രഖ്യാപിക്കട്ടെ, ആയിട്ടില്ല, പ്രഖ്യാപിക്കട്ടെ, അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടുള്ള നിലപാട് എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ വർഗീയവാദിയുണ്ട്, അത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ പ്രഖ്യാപിച്ച ജമാഅത്തെ ഇസ്ലാമി UDFനാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ച വർഗീയവാദ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് UDF ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? ഞാൻ പറയുന്നത് ഒരു സ്ഥലത്തും വേണ്ടില്ല, ഇന്നേ വരെ വേണ്ടില്ല. വേങ്ങരയിൽ STP ഉൾപ്പെടെ ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ലെന്ന് LDF സ്വതന്ത്രൻ സഭാ കുണ്ടുപുഴയ്ക്കൽ പറഞ്ഞു. ആരെ വോട്ടും സ്വീകരിക്കൂലേ? ഞാനിപ്പോൾ ഇന്ന വോട്ട് പാടില്ല, ഇന്ന വോട്ട് വേണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് അതിൻ്റെ പേര് നിങ്ങൾ കണ്ടില്ലേ, LDF സ്വതന്ത്ര സ്ഥാനം. അതായത് LDFന്റെ പുറത്തുള്ള എല്ലാ വോട്ടും ലീഗുകാരും കൂടി വോട്ട് ചെയ്താലല്ലേ ഇവിടെ വിജയിക്കുള്ളൂ. അത് LDFന്റെ സ്വതന്ത്രനാണ്. നമ്മളങ്ങനെ എത്രയോ കക്ഷികൾ കേരളത്തിലില്ലേ, അതൊന്നും നമ്മൾ LDF തീരുമാനിച്ച്, അതൊക്കെ തീരുമാനിക്കേണ്ടത് LDFാണ്. LDF അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. LDF മുന്നണിയിലുള്ള പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. നേമത്ത് LDFന് വേണ്ടി പിന്തുണ തേടിയത് ആരെന്ന് STP വ്യക്തമാക്കണമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബു ആവശ്യപ്പെട്ടു. SDPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് എത്രത്തോളം അടിസ്ഥാനമുള്ളതാണ് എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരിക്കലും അങ്ങോട്ട് ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ല. അല്ലെങ്കിൽ ആര് അങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. SDPയുടെ വോട്ടെന്നോ വേറൊരു പാർട്ടിയുടെ വോട്ടെന്നോ അല്ല, മത തീവ്രവാദികളുമായി ബന്ധപ്പെട്ട ഒരു ധാരണയും അവരുടെ വോട്ടുമായി ബന്ധപ്പെട്ടോ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടോ മത തീവ്രവാദ സംഘടനകളുമായി LDFന് ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. വോട്ടിൻ്റെ കാര്യത്തിലും തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലും അതുണ്ടാവത്തില്ല. നിഖിൽ പ്രമേഷാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ മാറ്റിയിരുന്നത്. നിഖിൽ, ഇത് ദിവസങ്ങളായി തുടരുന്ന വാക്പോരാണ് ഈ വിഷയത്തിൽ. STP വോട്ട് വേണ്ടെന്ന് എന്തിനു പറയണം എന്ന് ഇന്ന് MV ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇന്ന് ഈ വിഷയത്തിൽ ഉയർന്ന അഭിപ്രായ പ്രകടനങ്ങൾ? നിഖിൽ, ഉന്മേഷ്, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടും ഈ LDF STPI ഡീല് ആ വിഷയം തന്നെയാണ് ഈ മൂന്നാം ഘട്ടത്തിലും ചർച്ചയാകുന്നത് എന്നുള്ളത് ഒരു തലത്തിൽ ചിന്തിക്കുമ്പോൾ ദൗർഭാഗ്യകരമാണ്. പക്ഷെ അത് ഓരോ ദിവസം കഴിയുന്തോറും അതിൽ കൂടുതൽ തലങ്ങൾ ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയുമാണ്. STPI മത്സരിക്കാത്ത ഏതാണ്ട് 85-ൽ പരം സീറ്റുകളിൽ നേമത്ത് മാത്രം LDFന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളതിന് ശേഷം മറ്റൊരിടത്തെയും നിലപാട് ഇതുവരെ STPI വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ MV ഗോവിന്ദന്റെ ഇന്നത്തെ പ്രസ്താവനയോടുകൂടി നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയും പല മണ്ഡലങ്ങളിലും STPയുടെ പിന്തുണ LDFനായിരിക്കും എന്നുള്ളത്. അദ്ദേഹം പറയാതെ തന്നെ പറയുന്നത് അത് തന്നെയാണ്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയതയുടെ ചട്ടക്കൂടിനുള്ളിൽ നിർത്തുമ്പോൾ STPയെ പക്ഷേ അങ്ങനെ തള്ളിപ്പറയാൻ ഗോവിന്ദൻ മാഷ് തയ്യാറാകുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. STPയുടെ വോട്ട് വേണ്ടെന്ന് എന്തിനു പറയണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്നാൽ അതേസമയം CPIക്ക് ഇക്കാര്യത്തിൽ കാര്യമായിട്ടുള്ള താല്പര്യമുണ്ട്. STPI വോട്ട് സ്വീകരിക്കുന്നതിൽ ഒരു അതൃപ്തി ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് പ്രകാശ് ബാബുവിന്റെ പ്രതികരണം. ആരാണ് നേമത്തടക്കം STPIയോട് പിന്തുണ ചോദിച്ചത് എന്നുള്ളത് വ്യക്തമാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ LDFിൽ നിന്ന് ആരെങ്കിലും തങ്ങളെ പിന്തുണയ്ക്കുമെന്ന് STPIയോട് ആവശ്യപ്പെടാൻ സാധ്യതയില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമായിരുന്നു വേങ്ങരയിലെ LDF സ്ഥാനാർത്ഥി സഭാവിന്റെ പ്രതികരണം. അദ്ദേഹം നമുക്കറിയാം മുൻ ടേമിൽ 2021-ൽ STPIയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായി വേങ്ങരയിൽ മത്സരിച്ചയാളാണ്. അദ്ദേഹം പറയുന്നത് എനിക്ക് STPI അടക്കമുള്ള എല്ലാവരുടെയും വോട്ടുകൾ വേണമെന്നാണ്, ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കൂട്ടി വായിക്കേണ്ടത് STPI ഇനി വരാൻ പോകുന്ന ഈ പോളിംഗ് ബൂത്തിലേക്ക് ജനം എത്തുമ്പോൾ അവർ ആഹ്വാനം നൽകാൻ പോകുന്നത് അവരോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക് ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ഇടതുമുന്നണിക്ക് സഹായം നൽകണം, അല്ലെങ്കിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ആവശ്യം അണികളെ അറിയിക്കാനാണ് സാധ്യത. 80,000-ൽ പരം കേഡർ വോട്ടുകളാണ് അവർക്ക് കേരളത്തിലുണ്ട് എന്ന് പറയപ്പെടുന്നത്. അതായത് 80,000-ത്തോളം കേഡർ വോട്ടുകളാണ്, അനുഭാവികളല്ല. സ്വാഭാവികമായിട്ടും ചില മണ്ഡലങ്ങളിലെങ്കിലും അവർ നിർണായകമാണ് എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് തന്നെ തർക്കവുമില്ല. ഉന്മേഷ്, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. ഇടവേളയിലേക്ക്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.